അപ്പോൾ ഗൈസ് പ്രിൻറ്റസിൽ കണ്ടു ഇഷ്ടപ്പെട്ടു ആക്കി. അതായിരുന്നു ഈ ഒരു ക്രാഫ്റ്റ്. കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക, ഇതിൽ കാണുന്നത് പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഉള്ളിലത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനെടുത്ത പേപ്പറിന് വെച്ച് കട്ടി കുറവുള്ളത് കൊണ്ട് ഫ്രെയിമായിട്ട് തോന്നിക്കണം എന്നുള്ളതുകൊണ്ടൊക്കെ ഞാൻ 2-3 പേപ്പർ ഇതേപോലെ ജസ്റ്റ് ഫ്രെയിമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു കുട്ടി സ്റ്റോറി ഉണ്ട്. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫോണിൽ ചാർജ് തീർന്ന് ഫോൺ ഓഫായി പോയി ഗൈസ്. പിന്നെ ഫോൺ ചാർജിന് വെച്ച് പിറ്റേ ദിവസമായിരുന്നു ഞാൻ ഈ ഒരു വർക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ഹാഫ്ലി ഈ ഒരു വർക്ക് കംപ്ലീറ്റഡ് ആകുമ്പോഴത്തേക്കും ഫോൺ എന്താണെന്നുള്ള പിന്നെയും ഓഫായി ഗൈസ്, ചാർജ് തീർന്നിട്ട്. പിന്നെയും ഇതേപോലെ കുത്തിവെച്ച് അങ്ങനെ 3rd അറ്റംപ്റ്റ് ആയിട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയത്. അത് 3 പ്രാവശ്യമായിട്ട് ഫോൺ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഫോൺ ഓഫായി. അപ്പം നമുക്ക് ബാക്ക് ടു നമ്മുടെ ക്രാഫ്റ്റിലേക്ക് തന്നെ വരാം. ഈ ഒരു ഫ്രെയിമാക്കി വെച്ചതിലേക്ക് എന്തെങ്കിലും അതിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വേർഡ്സോ കോഡ്സോ അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആയിട്ട് വരയ്ക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ 2 എൻഡും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതായത് അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇത് ഒട്ടിച്ച ശേഷമായിരുന്നു എഴുതായിരുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു മടക്കാനും അതിൻ്റെ മുകളിലേക്ക് എഴുതാനൊക്കെ. അപ്പം നിങ്ങളിങ്ങനെ ആക്കി നോക്കുമ്പം ഫസ്റ്റ് എഴുതിയിട്ട് ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ. ഹോപ്പ്, സ്മൈൽ, ലവ്, ഈ 3 വേർഡ്സാണ് ഞാൻ ഇപ്പോൾ എഴുതിയത്. ഇതിൽ 2 ലിഡ് വേണം. അപ്പോൾ അതിന് ഞാൻ ഒരു ട്രയാങ്കിൾ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. സാധാരണ പേപ്പറാണ് അത്. ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ 3 കോൺസും കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പേപ്പേഴ്സ്, അതായത് 2 ലിഡ് വേണം. ഈ വീഡിയോ ഭയങ്കര ലോങ് ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് രണ്ടാമത്തെ ഒരു ലിഡാക്കുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ 2 ലിഡും വേണം. അത് 2 ആക്കിയിട്ട് അടിയിലത്തെ ലിഡിന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം, അത് ഇളകി പോരാണ്ട് കണ്ടിട്ട്. ഇനി ഇതിനൊരു കുറച്ച് അലങ്കോലപ്പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച കവായി സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചല്ലോ, ആ സെറ്റിൽ നിന്ന് കുറച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കേഴ്സ് എടുത്ത സമയത്ത് ഈ സ്റ്റിക്കേഴ്സിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടും ഗമ്മുള്ളതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് കണ്ട ആവേശത്തിൽ ഏത് സ്റ്റിക്കേഴ്സാണ് ഒട്ടിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായില്ല. പിന്നെ എനിക്ക് തോന്നി കുറേ സ്റ്റിക്കേഴ്സ് കുറേ വായിക്കോരി അങ്ങ് ഒട്ടിച്ച് കൊടുത്ത് ഫുൾ സ്റ്റിക്കേഴ്സായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന ഒരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വരേണ്ട. ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു എടുക്കുമ്പോൾ. പിന്നെ ഞാൻ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ലിഡാണ്. അപ്പോൾ ആ ലിഡിലും കൂടി കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് നടക്കുന്നുണ്ട്. അപ്പം ഇനി സ്റ്റിക്കർ ഒട്ടിക്കുന്ന പണിയെല്ലാം കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ഒരു ലാമ്പ് വെക്കാനുണ്ട്. ഈ ഒരു ലാമ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ടായിട്ട് സ്കൂളുണ്ടായപ്പോൾ തന്നതാണ്. ഈ ലാമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ വെച്ചിരുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഞാനത് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കണ്ടപ്പോൾ നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.